എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അക്കൗണ്ടൻസി ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു എസ്സേ എന്ന് പറയുന്നത് അഡ്മിഷൻ ചാപ്റ്ററിലെ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആയിരിക്കും. പിന്നെ ഓറിട്ട് വരുന്നത് ഏത് എസ്സേ വേണമെങ്കിലും വരാവുന്നതാണ്. അതായത് ഒരു എസ്സേ എപ്പോഴും ഫിക്സഡായിട്ട് അഡ്മിഷൻ ചാപ്റ്ററിൽ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആയിരിക്കും. പിന്നെ വരുന്ന ഓറിട്ട് വരുന്ന എസ്സേ എന്ന് പറയുന്നത് അത് ഏത് വേണമെങ്കിലും ആവാം, അത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു എസ്സേ എന്ന് പറയുന്നത് ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് ആ എസ്സേ നന്നായി പഠിച്ച് എങ്ങനെയാണ് ഒരു റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 8 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു എളുപ്പം വഴിയാണ് ഈ എസ്സേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് എസ്സേ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അഡ്മിഷൻ ചാപ്റ്ററിലെ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യേണ്ട മെത്തേഡാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഒരു റിവാലുവേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണെന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എ മുതൽ ഇ വരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അസറ്റ് ഡിക്രീസ്, അസറ്റ് ഇൻക്രീസ്, ലയബിലിറ്റി ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡ് ലയബിലിറ്റി, അൺറെക്കോർഡ് അസറ്റ്. പ്രൊവിഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് എൻ്റർ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് എന്തായാലും നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, അസറ്റ് ഡിക്രീസ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പുറത്ത് വരുന്നതെന്ന് ഓർക്കാം. പഠിച്ചാലേ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തേൽ ക്യാപിറ്റലും ഗുഡ് വില്ലും ആണ് തന്നേക്കുന്നത്. നമുക്കത് ആവശ്യമില്ല റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക്. ക്യാപിറ്റലും ഗുഡ് വില്ലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലല്ല അത് എൻ്റർ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ആവശ്യമില്ല. രണ്ടാമത്തത് പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് 1,20,000. അപ്പം മുകളിൽ പ്ലാന്റ് 1 lakh കിടക്കുന്നത് ബാലൻസ് ഷീറ്റിൽ. താഴെ കൂടിയേക്കണത് എത്ര രൂപയായിട്ടാണ്? 1,20,000. അപ്രീസിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയണത്. പ്ലാന്റ് എന്ന് പറയണത് അസറ്റാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് പ്ലാന്റ് എഴുതേണ്ടത്. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് പ്ലാന്റ് 20,000, അതായത് മൈനസ് ചെയ്തിട്ട് കൂടിയ എമൗണ്ട് എത്രയാണോ അതാണ് അവിടെ എഴുതേണ്ടത്. അതിൽ തന്നെ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട്, ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വിലയും ഇൻക്രീസ് ചെയ്തേക്കണം. ബിൽഡിങ്ങും അസറ്റാണല്ലോ, അപ്പോൾ നമ്മൾ ബിൽഡിങ്ങും ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 1,50,000 ആണ്. അതിൻ്റെ 10% 15,000 ലഭിക്കും. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ 4,000. അതായത് സ്റ്റോക്ക് 4,000 ആയിട്ട് ഓവർ വാല്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളിത് ഓവർന്ന് കാണുമ്പോൾ ഒരിക്കലും ഇൻക്രീസ് ആണെന്ന് കരുതരുത്, അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് അത് തെറ്റില്ല എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ വില ഇൻക്രീസ് ചെയ്തു എന്നല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉൾപ്പെടുത്തേണ്ടത്? അസറ്റ് ഡിക്രീസ് ചെയ്തു, അസറ്റിൻ്റെ വില 4,000 രൂപയിലേക്ക് ഡിക്രീസ് ചെയ്തു എന്നാണ് തിങ്ക് ചെയ്യേണ്ടത്. അപ്പം അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് സ്റ്റോക്ക് 4,000 എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആണ് വരുന്നത്. പ്രൊവിഷൻ ഞാൻ ഫോർമാറ്റിൽ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് സൈഡ് എൻ്റർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻ സൺട്രി ഡെപ്റ്ററിൻ്റെ 5% ആണ് പ്രൊവിഷൻ എപ്പോഴും കാണേണ്ടത്. ഇപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5% 3,000 ലഭിച്ചു. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ് വെർ അൺറെക്കോർഡഡ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അൺറെക്കോർഡഡ് ലയബിലിറ്റി ഫോർമാറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. അൺറെക്കോർഡഡ് ലയബിലിറ്റി ഡെബിറ്റ് സൈഡാണ് എൻ്റർ ചെയ്യണത്. നമ്മൾ ക്രെഡിറ്റേഴ്സ് 1,000 എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ
റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഏതിൽ നിന്നാണ് തുടങ്ങേണ്ടത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്യാപിറ്റലിൻ്റെയും ഗുഡ്വില്ലിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് എൻ്റർ ചെയ്യേണ്ട. ബാക്കി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 4000, 3000, 1000. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് വന്നേക്കുന്നത്? 8000 അല്ലേ? 8000 ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? 20,000, 15,000. അപ്പോൾ മൊത്തം 35,000 വരുന്നത്. ഈ 8,000 ആണോ 35,000 ആണോ വലിയ എമൗണ്ട്? 35,000 വലിയ എമൗണ്ട്. അപ്പോൾ വലിയ എമൗണ്ട് ഏതാണോ അത് രണ്ട് സൈഡിലേക്കും എൻ്റർ ചെയ്യുക. ഇവിടെയും 35,000 ടോട്ടൽ കൊടുക്കുക, ഇവിടെയും 35,000 ടോട്ടൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ചെറിയ എമൗണ്ടാണല്ലോ വന്നത്. ഇപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ 35,000 ലഭിക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ചെയ്ത എമൗണ്ട് 8,000 35,000 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടണ എമൗണ്ട് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ 35,000 കൊടുത്തു. പക്ഷേ ഇവിടെ 4ഉം 3ഉം 7, 8, 8,000 രൂപ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 35,000 ആണല്ലോ നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത്. അപ്പോൾ ഈ 35,000 നിന്ന് 8,000 രൂപ മൈനസ് ചെയ്യാം. ഇപ്പോൾ 35,000 നിന്ന് 8,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 27,000 ലഭിക്കും. ക്ലിയർ ആയത് എങ്ങനെ കിട്ടിയെന്ന്? അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ഏതാണോ അത് രണ്ട് സൈഡിൽ കൊടുക്കുക. വാല്യുവേഷൻ പ്രോഫിറ്റാണ് ലഭിച്ചേക്കുന്നത്. ഈ സൈഡാണ് ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് റിവാലുവേഷൻ പ്രോഫിറ്റാണ് ലഭിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്യാം. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 27,000 ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണത്. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള പാർട്ട്നേഴ്സ് തന്നെയാണ്. ഇപ്പം നാജ എന്ന് പറയുന്ന ആൾക്ക് ഈ 27,000 ഇൻറ്റു റേഷ്യോ 2:1 ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ 2/3 നാജയ്ക്കും, നാജിക്ക് 27,000 ഇൻറ്റു 1/3യും നാജിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് നമ്മൾ തൊട്ടടുത്ത ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ചു. അതിനുശേഷം കൂടുതൽ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എഴുതാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ബാലൻസ് ബ്രോ ഡൗൺ എഴുതണം. ഈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ ഞാൻ QBL എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലാണ് ഈ ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്തേക്കുന്നത്. ഇത് ഈ രണ്ട് ക്യാപിറ്റൽ നാജയുടെ 1,80,000, നാജിയുടെ 1,50,000 ഒരു ഷോർട്ട് ഫോം എഴുതിയതാണ് QBL, ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന്. അപ്പോൾ രണ്ട് പേരുടെ ക്യാപിറ്റൽ എഴുതി. മൂന്നാമത്തെ ആളുടെ ക്യാപിറ്റൽ നമ്മൾ ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 1 lakh ക്യാഷ് എന്നും പറഞ്ഞത്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ADJ എന്ന് എഴുതിയേക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിലല്ലേ തന്നേക്കുന്നത്. അതാണ് ഇവിടെ ADJ എന്ന് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് എഴുതേണ്ടത് പുതിയ പാർട്ട്ണറിൻ്റെ ഗുഡ്വില്ലിനെയാണ് ഈ പ്രീമിയം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. പ്രീമിയം 60,000 ആണെന്ന്. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് പ്രീമിയം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 60,000 ഇൻറ്റു 2/3, 60,000 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ രണ്ടുപേർക്കും പ്രീമിയം ഷെയർ ചെയ്ത് കൊടുത്തു. തൊട്ട് മുമ്പത്തെ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റാണ് നമ്മളവിടെ ഷെയർ ചെയ്ത് കൊടുത്തില്ലേ, ആ പ്രോഫിറ്റാണ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ 18,000ഉം 9,000ഉം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ, അത് ആ ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ 18,000ഉം 9,000ഉം ഷെയർ ചെയ്ത് കൊടുത്തു. ഈ രണ്ട് എമൗണ്ടാണ് എവിടെ കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എൻ്റർ ചെയ്യേണ്ടത്. ഈ ലോസാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെയല്ല ബാലൻസ് വരണമെങ്കിൽ ഇവിടെ ബാലൻസ് വരണമെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എൻ്റർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? നമ്മൾ റിവാലുവേഷൻ്റെ പ്രോഫിറ്റും എഴുതി. റിവാലുവേഷന് ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ സൈഡാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കുക ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് അതും കൂടി ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു കാര്യവും മനസ്സിൽ വെച്ചേക്കണം. ഇത് ഈ ഇത്ര ഐറ്റംസ് കാണാണ്ട് പഠിച്ചാൽ മതി. ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് എഴുതണം. അത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന് എടുക്കണം. മൂന്നാമത്തെ ആളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുക്കണം. പിന്നെ മൂന്നാമത്തെ ആളുടെ ഗുഡ്വില്ല് രണ്ട് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസോ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ഒന്നുമില്ല. ഇത് ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയാകും. നമുക്ക് ടോട്ടൽ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 2,38,000, 1,79,900, 1 lakh കിട്ടും. ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കണക്ഷൻ ബാലൻസ് ഷീറ്റിലേക്ക് ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ ബാലൻസ് എടുത്തിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അതായത് മൂന്നും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഒരു മൈൻഡിൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ എമൗണ്ടുകൾ എൻ്റർ ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു എളുപ്പ വഴി പോലെ പറഞ്ഞതാണ്. നിങ്ങളത് മൈൻഡിൽ വെക്കണം. റിവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റോ ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബാലൻസ് ഷീറ്റിലേക്കും എൻ്റർ ചെയ്യണം. ബാലൻസ് ഷീറ്റാണ് ചെയ്യാൻ പോണേ. ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റും വെച്ചിട്ട് നമുക്കങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഒറ്റ ഐറ്റവും നമ്മൾ വിട്ടു പോകില്ല. അപ്പോൾ ആദ്യത്തെ അസറ്റ് സൈഡ് നോക്കാം. ആദ്യം ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എൻ്റർ ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 3 എമൗണ്ട് അവിടെ ടോട്ടൽ ചെയ്തിടണം. അതായത് പുതിയ പാർട്ണർ കൊണ്ടുവന്നേക്കണ ക്യാപിറ്റൽ, ഗുഡ് വില്ല്, പിന്നെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലുള്ള 10,000. ഈ ക്യാഷ് ഇൻ ഹാൻഡ് ഈ 10,000ൻ്റെ കൂടെ നമ്മൾ പുതിയ പാർട്ണർ കൊണ്ടുവന്നേക്കണ ക്യാപിറ്റലും ഗുഡ് വില്ലും കൂടി എൻ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ എമൗണ്ട് ഔട്ടർ കോൾ എഴുതാൻ പാടുള്ളൂ. ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. ബാലൻസ് ഷീറ്റിലെ ക്യാഷ് എഴുതുമ്പോൾ 3 എമൗണ്ട് അവിടെ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം, 40,000. പിന്നെ വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് 60,000. റിവാലുവേഷൻ അക്കൗണ്ടിൽ പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കണം. പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് വേണം സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എഴുതാൻ. നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൽ പ്രൊവിഷൻ വന്നിട്ടുണ്ടല്ലോ 3,000 രൂപ. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്കാണ്. സ്റ്റോക്ക് 40,000 ആണ്. അപ്പോഴും നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്ത ഒരു 4,000 രൂപ റിവാലുവേഷൻ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ മൈനസ്, സ്റ്റോക്ക് 40,000 രൂപയിൽ നിന്ന് 4,000 രൂപ അവിടെ മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആണ്, 1 lakh. പ്ലാന്റ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ കൂടിയതായിട്ട് 20,000 രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1,20,000 ലഭിക്കും. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലെ ഐറ്റം ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് 1,50,000 ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ 15,000 രൂപ പ്രിസിയേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ എമൗണ്ടും എൻ്റർ ചെയ്തു. അപ്പോൾ അസറ്റ് സൈഡ് ക്ലിയറായി. നെക്സ്റ്റ് ലയബിലിറ്റി സൈഡാണ് നോക്കുന്നത്. ലയബിലിറ്റി സൈഡിലെ ആദ്യത്തെ ഐറ്റം ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിന് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. നമ്മൾ ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതി. നെക്സ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൽ ഒരു അൺറെക്കോർഡഡ് വന്നിട്ടില്ലേ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എഴുതാം. പിന്നെ നമുക്ക് ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ഈ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിന് തൊട്ട് മുമ്പിൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ടാണ് 3 എണ്ണം ഇവിടെ ക്യാപിറ്റലായിട്ട് എഴുതേണ്ടത്. നാജയുടെയും നാജിയുടെയും നാസിൻ്റെയും ക്യാപിറ്റൽ തൊട്ട് മുമ്പത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ ആണ് എഴുതേണ്ടത്. അതിനുശേഷം അത് 3 കൂടി ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളം കൊടുത്തു നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലിയായിട്ട് ലഭിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടും ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റും കൂടി കമ്പയർ ചെയ്ത് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഈസിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഐറ്റം ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് സ്റ്റോക്ക് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡിക്രീസ് ഇൻ അസറ്റോ ഇൻക്രീസ് ഇൻ അസറ്റോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ ചാപ്റ്ററിൽ റിവാലുവേഷൻ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും. അഡ്മിഷൻ ചാപ്റ്ററിൽ തന്നെ 3-4 പ്രോബ്ലം മുൻഭാഗത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അതും കൂടി ഇതിൻ്റെയോടൊപ്പം ചെയ്തു പോകേണ്ടതാണ്.